നിങ്ങൾ ഈ കണ്ടത് ചിലപ്പോൾ നിങ്ങളുടെ നെയ്ബർ ആവും, അല്ലെങ്കിൽ കൊളീഗ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റർ ആകാം. അവൾ ക്വാളിഫൈഡ് ആണ്, ജോലി ചെയ്യാൻ താല്പര്യവുമുണ്ട്, പക്ഷെ ജോലി സ്ഥലം 12 കിലോമീറ്റർ അകലെ, സാലറി 8,000 per month. ഷീ ഡസ് ദ മാത്ത്. അപ്പോൾ ഒരു മാസം ട്രാവൽ എക്സ്പെൻസ് 2 വശത്തെയും കൂടെ ഏകദേശം 1000 രൂപ വരും. അപ്പോൾ ട്രാവൽ എക്സ്പെൻസ് കഴിഞ്ഞിട്ട് ഏകദേശം 7,000 rupees per month. ഷീ ഡസൻ ടേക്ക് ദ ജോബ്. അത് അവൾക്ക് ജോലി ചെയ്യാൻ മടിയുള്ളത് കൊണ്ടല്ല, അതിനുള്ള കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടുമല്ല. വെറും 40 രൂപയാണ് അത് സ്റ്റോപ്പ് ചെയ്യുന്നത്. In the next 10 minutes, we are going to show you എങ്ങനെയാണ് കേരളത്തിലെ മോസ്റ്റ് ഫിനാൻഷ്യലി ബ്രോക്കൺ കോർപ്പറേഷൻ ഇപ്പോഴത്തെ ഈ ബിഗസ്റ്റ് വെൽഫെയർ സ്കീമിന്റെ നട്ടലായി മാറിയതെന്ന്. We are going to show you ഇതിന് പിന്നിലെ റിയൽ ബിസിനസ് മോഡൽ. എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഇതിനു വേണ്ടി 800 കോടി രൂപ നഷ്ടം സഹിക്കാൻ തയ്യാറായത്? ആൻഡ് എന്താണ് യഥാർത്ഥത്തിൽ ഗവൺമെന്റിന് തിരിച്ചു ലഭിക്കുന്നത്? We are going to show you 6 walls ഇനി കേരളം ചെന്ന് മുട്ടാൻ പോകുന്നത്. ആ ചുവരുകളിലാണ് കർണാടക, തമിഴ്നാട്, അതേപോലെ തന്നെ ഡൽഹി ഇതിനകം തന്നെ ക്രാഷ് ചെയ്തിരിക്കുന്നത്. വളരെ വൈകുന്നതിന് മുമ്പ് വാട്ട് നീഡ്സ് ടു ബി ബിൽഡ് ഹിയർ എന്ന് കൂടി ഞങ്ങൾ പറഞ്ഞു തരാം. ഏറ്റവും ഒടുവിൽ we are going to ask you one question. അത് പബ്ലിക് മണിയെ കുറിച്ചുള്ള നിങ്ങളുടെ ചിന്താഗതി പൂർണ്ണമായി മാറ്റിമറിക്കും. പക്ഷെ അതിനു മുമ്പ് ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് വാട്ട് എക്സാക്ട്ലി ഈസ് ബ്രോക്കൺ. In 1965, India is young. Kerala is dreaming. And ഒരു വ്യക്തി ശക്തമായ ഒരു ചോദ്യം ചോദിക്കുന്നു. What if every single person in this state, no matter how remote their village, no matter how poor their family, could get on a bus and go anywhere? ആ ചോദ്യത്തിന് ഉത്തരമായിരുന്നു കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. ആൻഡ് കുറച്ചു കാലം ഇറ്റ് വർക്ക് ബ്യൂട്ടിഫുള്ളി. ബസ്സുകൾ മലയോര ഗ്രാമങ്ങളിൽ എത്തി, കോസ്റ്റൽ ടൗൺസ് തമ്മിൽ കണക്ട് ചെയ്യപ്പെട്ടു, ആദിവാസി മേഖലകൾക്ക് അവരുടെ ആദ്യത്തെ റെഗുലർ ട്രാൻസ്പോർട്ട് സൗകര്യം ലഭിച്ചു. KSRTC വെറും ഒരു ബസ് കമ്പനി ആയിരുന്നില്ല, കേരളം ജനങ്ങൾക്ക് നൽകിയൊരു പ്രോമിസ് ആയിരുന്നു. ദെൻ സാവധാനം ആ ഡ്രീം ഇല്ലാതാവാൻ തുടങ്ങി. പ്രൈവറ്റ് ബസ്സസ് വന്നു, കോമ്പറ്റീഷൻ വർദ്ധിച്ചു, ഫ്യൂവൽ കോസ്റ്റ് കുതിച്ചുയർന്നു, പെൻഷൻ ബേർഡൻ താങ്ങാനാവാത്ത വിധം എക്സ്പ്ലോഡഡ് ആയി. ടുഡേ KSRTCക്ക് 33,000-ഓളം എംപ്ലോയീസ് ഉണ്ട്. അവരുടെ ശമ്പളം, അവരുടെ പെൻഷൻ, അവരുടെ ഭാവി ഇവയെല്ലാം തകർച്ചയുടെ അരികിൽ നിൽക്കുന്ന ഒരു കോർപ്പറേഷനെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. ഓപ്പറേറ്റിംഗ് ലോസ് 2024-25 കാലത്തിൽ മാത്രം ഏകദേശം 244 കോടി രൂപ. ആനുവൽ ഗവൺമെന്റ് ബെയിലൗട്ട് ഏകദേശം 1,500 കോടി രൂപ. മന്ത്ലി ഗവൺമെന്റ് ട്രാൻസ്ഫർ 125 കോടി എല്ലാ മാസവും. ദിസ് ഇസ് നോട്ട് എ കോർപ്പറേഷൻ, ദിസ് ഇസ് എ പേഷ്യന്റ് ഓൺ ലൈഫ് സപ്പോർട്ട്. എന്നിട്ടും 2026 ജൂൺ 15 ഇതേ ബ്രോക്കൺ കോർപ്പറേഷനെയാണ് കേരളത്തിന്റെ മോസ്റ്റ് അംബീഷ്യസ് വെൽഫെയർ സ്കീം ഏൽപ്പിച്ചത്. ഇതിനകം തന്നെ മുങ്ങിത്താഴുന്നൊരു കപ്പലിലേക്ക് why would any government add 800 crores more? Unless they know something we don't. 2026 ജൂൺ 15 നമ്മുടെ ഗവൺമെന്റ് ഒരു പ്ലാൻ അവതരിപ്പിച്ചു. പ്രിയദർശിനി, എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും സൗജന്യ യാത്ര. നോ ഏജ് ലിമിറ്റ്, നോ ഇൻകം ലിമിറ്റ്, നോ കണ്ടീഷൻസ് ഓൺ ഓൾ ഓർഡിനറി ബസ്സസ്. ഇതിൽ ഏകദേശം 10 മുതൽ 12 ലക്ഷം സ്ത്രീകൾക്ക് എല്ലാ ദിവസവും ബെനിഫിറ്റ് ഉണ്ടാകും. അതിന് വരുന്ന മന്ത്ലി കോസ്റ്റ് ഏകദേശം 65 മുതൽ 70 കോടി വരെ. ഒരു വർഷം 800 കോടിയോളം രൂപ. ആൻഡ് ദ ഗവൺമെന്റ് പ്രോമിസസ് ടു ഫുള്ളി റീഇംബേഴ്സ് this to KSRTC. It sounds like a miracle, but ഇവിടെ headlines നിങ്ങളോട് പറയാത്തൊരു കാര്യമുണ്ട്. 5 states did this before Kerala. Delhi in 2019, Tamil Nadu in 2021, Karnataka 2023, Telangana in 2023, Andhra Pradesh did it in 2025, and they all hit the same wall. What wall? അപ്പോൾ ഈ കേരളവും കണ്ണും പൂട്ടി അതിലേക്ക് തന്നെയാണോ നടന്നു നീങ്ങുന്നത്? Eyes wide open, we will get there. But first, we need to answer one question. പലരും ചോദിക്കാൻ മടിക്കുന്നത്. എല്ലാവരും ഇതിനെ ഒരു വെൽഫെയർ സ്കീം എന്ന് വിളിക്കുന്നു. എ ഗിഫ്റ്റ് വുമൺ, ആൻ ആക്ട് ഓഫ് എംപവർമെന്റ്, ആൻഡ് ഗവൺമെന്റ് ഡൂയിങ് ഗുഡ്. ഒരു പക്ഷേ അത് ശരിയായിരിക്കാം. But let me show you why a government would rationally choose to lose 800 crores. അതിന് പകരം അവർക്ക് എന്താണ് ലഭിക്കുന്നത്? കാരണം ഈ തീരുമാനം is not rational. It is actually brilliant. കേരളത്തിൽ ഏകദേശം 1.4 കോടി വിമൻ വോട്ടേഴ്സ് ഉണ്ട്. ഈ സ്കീമിന് പ്രതിവർഷം 800 കോടി രൂപ ചിലവ് വരുന്നു. ഡിവൈഡ് ദാറ്റ്, കോസ്റ്റ് പെർ വുമൺ 571 രൂപ പെർ ഇയർ. ദാറ്റ് ഈസ് ലെസ് ദാൻ 2 rupees പെർ ഡേ. പ്രതിദിനം വരുന്ന ഈ 2 രൂപ ചിലവിൽ ഗവൺമെന്റിന് ലഭിക്കുന്നത് അവളുടെ ഗ്രാറ്റിറ്റ്യൂഡാണ്. അവളുടെ ഭർത്താവിനോടും മക്കളോടും അയൽക്കാരോടും പറയുന്ന വേർഡ് ഓഫ് മൗത്ത് പ്രചരണം. Every single day for 5 years. No advertising agency in this world can match this cost per impression. This is not charity. This is the most efficient voter retention tool ever built. പ്രിയദർശിനി എന്നത് വെറും ഒരു സ്കീമല്ല. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് UDF's ഇന്ദിരാ ഗ്യാരണ്ടി പ്രോഗ്രാം. ഇലക്ഷൻ പ്രോമിസസിന്റെ വലിയൊരു ബണ്ടിൽ. ഇതിൽ ബസ് സ്കീമാണ് ഏറ്റവും ഈസിയസ്റ്റ് ടു ഡെലിവർ, ഫാസ്റ്റസ്റ്റ് ടു എക്സിക്യൂട്ട് ആൻഡ് മോസ്റ്റ് വിസിബിൾ ടു ദ പബ്ലിക്. ഒരു റെസ്റ്റോറന്റിൽ കയറുമ്പോൾ ഓർഡർ ചെയ്യുന്നതിന് മുന്നേ ഫ്രീ ആയി നിങ്ങൾക്ക് സ്റ്റാർട്ടേഴ്സ് തരുന്നത് പോലെ ഇതിനെ കരുതുക.
You immediately trust the kitchen, you stay, you order, you come back. The best scheme is the free starter that sells the entire menu. വർഷങ്ങളായി ഗവൺമെന്റ് ആഫ്റ്റർ ഗവൺമെന്റ് tried to push KSRTC to modernize. KSRTC didn't move. Why would they? ബെയിലൗട്ട് ഫണ്ട് എങ്ങനെയായാലും വരാനുള്ളതായിരുന്നു. ബട്ട് നൗ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് മറ്റൊന്നാണ്. We are giving you 800 crore extra and you have 6 months to show revenue improvement. Phase 2 depends on your performance. For the first time, KSRTCക്ക് മാറാൻ ഒരു റിയൽ ഇൻസെന്റീവ് ലഭിച്ചിരിക്കുന്നു. The welfare scheme just became a performance contract in disguise. ഓർക്കുന്നുണ്ടോ അവളെ? ബസ് ഇപ്പോൾ ഫ്രീ ആണ്. She takes the job, earns 8,000 rupees and spends it locally. Her income grows. കേരളത്തിലുടനീളം 5 ലക്ഷം സ്ത്രീകൾ ഇതുപോലെ തീരുമാനമെടുക്കുന്നു എന്ന് വിചാരിക്കുക. വിപണിയിലേക്ക് ആയിരക്കണക്കിന് കോടിയുടെ ന്യൂ എക്കണോമിക് ആക്ടിവിറ്റിയാണ് കടന്നു വരുന്നത്. WRI ഇന്ത്യൻ റിസർച്ച് പ്രകാരം ഫ്രീ ബസ് സ്കീം എന്ന പദ്ധതിയിലൂടെ ഡൽഹിയിലുള്ള സ്ത്രീകൾ ഏകദേശം അവരുടെ മന്ത്ലി ഇൻകത്തിന്റെ 8% ലാഭിച്ചത്. ഈ 800 കോടി ലോസ് ഇസ് ആക്ച്വലി എ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്. റിട്ടേൺ വരുന്നത് ഇയർ 3, ഇയർ 4, ഇയർ 5 ഇത് വളരെ സട്ടിലാണ്, എന്നാൽ ശക്തവുമാണ്. കേരളത്തിൽ 9,000 മുതൽ 10,000 വരെ പ്രൈവറ്റ് ബസ്സസ് ഓരോ റൂട്ടിലും KSRTCയുമായി മത്സരിക്കുന്നുണ്ട്. KSRTC സ്ത്രീകൾക്ക് സൗജന്യമാകുമ്പോൾ പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സ് ഷെയർഡ് റൂട്ടിൽ 40 മുതൽ 50% വരെ റൈഡർഷിപ്പിൽ കുറവ് സംഭവിക്കുന്നു. ചെറിയ പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സ് എക്സിറ്റ് ആവുന്നു, റൂട്ട് അൺഅവൈലബിൾ ആവുന്നു. KSRTC അവയെ അബ്സോർബ് ചെയ്യുന്നു. അടുത്ത 10 വർഷത്തിൽ കേരളത്തിന്റെ ബസ് ശൃംഖല സർക്കാരിന്റെ നിയന്ത്രണത്തിലാകും. Not by force, but by making competition impossible. ഇത് കേരളത്തിന്റെ ഐഡിയ മാത്രമല്ല. This is a nationally tested political product. Delhi tested it, Congress refined it. Tamil Nadu V2, Karnataka V3, Telangana V4, Andhra Pradesh V5, and Kerala is version 6. This is not independent state level policy making. This is franchise deployment of a proven political product. So ഇത് പൂർണ്ണമായും രാഷ്ട്രീയ സ്വാർത്ഥത മാത്രമാണ്. Or can self-interest or genuine public good can exist in the same decision? ഉത്തരം is more complicated than you think because ഇതിന്റെ benefit is very real. നമുക്ക് ഈ സ്കീമിന് അർഹിക്കുന്ന അംഗീകാരം നൽകാം ബിക്കോസ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഡേറ്റ ഈസ് അൺഡിനയബിൾ. 2021 തമിഴ്നാട്ടിൽ 9 മാസത്തിനുള്ളിൽ 40% നിന്ന് 61% ഫീമെയിൽ റൈഡർഷിപ്പ് ഉയർന്നത്. ഡൽഹിയിൽ ലോ ഇൻകം കുടുംബത്തിൽ നിന്നുള്ള സ്ത്രീകൾ ഏകദേശം 8% അവരുടെ മന്ത്ലി ഹൗസ് ഹോൾഡ് ഇൻകം ലാഭിച്ചു. കർണാടകത്തിൽ റൈഡർഷിപ്പിന്റെ 1-ാം ദിവസം തന്നെ ഏകദേശം 28% വർധനയുണ്ടായത്. 82 ലക്ഷത്തിൽ നിന്ന് ഏകദേശം 1 കോടിക്കടുത്ത് റൈഡർഷിപ്പ് ഓവർനൈറ്റും 2 വർഷത്തിനുള്ളിൽ ഏകദേശം 500 കോടി റൈഡേഴ്സുമാണ് അവിടെ സംഭവിച്ചത്. തെലങ്കാനയിൽ സ്ത്രീകളുടെ റൈഡർഷിപ്പ് 14 ലക്ഷത്തിൽ നിന്ന് 35 ലക്ഷമാവുകയും അവിടുത്തെ ടോട്ടൽ യാത്രാ ചെലവ് ലാഭം 10,000 കോടി രൂപയും കടന്നു. ഇവ ഗവൺമെന്റിന്റെ വെറും പത്രക്കുറിപ്പുകളല്ല. ദീസ് ആർ ഇൻഡിപെൻഡന്റ് റിസർച്ച് സ്റ്റഡീസ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ SC and OBC women are the primary beneficiaries, not the middle class, not the already mobile. യാത്രാ ചിലവുകൾ കാരണം ഏറ്റവും കൂടുതൽ ട്രാപ്പ് ആവുന്ന സ്ത്രീകൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനമാവുക. സോ ഇഫ് ദിസ് ബെനിഫിറ്റ് ഇസ് റിയൽ, പിന്നെ എന്തിനാണ് വിദഗ്ധർ ആശങ്കപ്പെടുന്നത്? ബിക്കോസ് ഈ പദ്ധതിക്കൊപ്പം ഗവൺമെന്റ് അനൗൺസ് ചെയ്യാത്ത 6 കാര്യങ്ങൾ ബാക്കിയുണ്ട്. Every state that launches this scheme has hit either one of these 6 walls. കേരളം ഈസ് അബൌട്ട് ടു ഫേസ് ഓൾ 6. ഗവൺമെന്റ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് 65 മുതൽ 70 കോടി രൂപ വരെ എല്ലാ മാസവും KSRTCക്ക് നൽകുമെന്നാണ്. എന്നാൽ ഫണ്ടുകൾ വരുന്നത് ബഡ്ജറ്റ് സൈക്കിൾ, ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റ് അപ്രൂവലുകൾ, അതുപോലെ ട്രഷറി റിലീസസ് എന്നിവയിലൂടെ മാത്രമാണ്. ഇറ്റ് ഡസ് നോട്ട് ഓട്ടോ ട്രാൻസ്ഫർ. കർണാടക proved this. By late 2024, 18 months after the launch, Karnataka government owed 1,600 crores in reimbursements. ഫ്യൂവൽ പേയ്മെന്റ്സ് വൈകി, സാലറി റിസ്കുകൾ മുന്നിലെത്തി. KSRTCക്ക് ഈ സ്കീമിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. ചാർജ് ഈടാക്കാനും കഴിയില്ല. They can only wait. ധനകാര്യ വകുപ്പിന് കൃത്യമായി എല്ലാ മാസവും 5 വർഷത്തേക്ക് ഇത് കൈമാറാൻ കഴിയുമോ? That answer will decide everything. കർണാടകയിൽ ഡേ 1-ൽ റൈഡർഷിപ്പ് ജംപ്ഡ് 28% in 24 hours. അതേ ഡ്രൈവർമാർ, അതേ ബസ്സുകൾ, അതേ റോഡുകൾ. സിസ്റ്റത്തിന് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു അത്. കർണാടകയ്ക്ക് ഏകദേശം 5,800 പുതിയ ബസ്സുകൾ ലോഞ്ച് ചെയ്യേണ്ടി വന്നു. ഫ്ലീറ്റ് എക്സ്പാൻഷൻ കോസ്റ്റ് 300 to 600 crores ഓൺ ടോപ്പ് ഓഫ് ദി 800 crores സബ്സിഡി. കേരളത്തിൽ ഒന്ന് 3,125 ബസ്സുകളാണ് പ്രിയദർശിനി സ്കീമിലുള്ളത്. എ 25% സർജ്. എന്നാൽ 1,000+ ന്യൂ ബസ്സസ് നീഡഡ് ഇമ്മീഡിയറ്റ്ലി. ഇതിനായി ഒരു പബ്ലിക് ഫ്ലീറ്റ് എക്സ്പാൻഷൻ പ്ലാൻ നിലവിലുണ്ടോ? ഒരു ടൈം ലൈൻ ഉണ്ടോ? ഒരു ബഡ്ജറ്റ് ഉണ്ടോ? നോട്ട് യെറ്റ്.
ഈ പദ്ധതിയെ യൂണിവേഴ്സൽ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ലുക്ക് അറ്റ് ദ നമ്പേഴ്സ്. തിരുവനന്തപുരത്ത് 920 ബസ്സുകളുള്ളപ്പോൾ മലപ്പുറത്ത് വെറും 154 ബസ്സുകളും കാസർഗോഡ് 151 ബസ്സുകളുമാണ് ഉള്ളത്. തെക്കുള്ള സ്ത്രീക്ക് ഇതിന്റെ മുഴുവൻ ഗുണവും ലഭിക്കുന്നു എവ്രി ഡേ. എന്നാൽ മലപ്പുറത്തുള്ള സ്ത്രീക്ക് ലഭിക്കുന്നത് ഒരു പ്രസ് കോൺഫറൻസ് മാത്രമാണ്. The same universal scheme delivering 6 times more benefit മലബാറിനേക്കാൾ തെക്കൻ കേരളത്തിൽ ലഭിക്കുന്നു. നമ്മുടെ CM ഈ ഗ്യാപ്പ് അക്നോളജ് ചെയ്തിട്ടുണ്ട്. He said government will study and address this gap. But there is no timeline, no budget, no route expansion plan. ഒരു യൂണിവേഴ്സൽ സ്കീം എല്ലാവർക്കും ഒരുപോലെ ബെനിഫിറ്റ് ആകുന്നില്ലെങ്കിൽ ഇറ്റ്സ് എ സെലക്ടീവ് ബെനിഫിറ്റ് വിത്ത് എ ഗുഡ് നൈം. 9,000 മുതൽ 10,000 വരെ പ്രൈവറ്റ് ബസ്സസ്, റിയൽ ഓപ്പറേറ്റേഴ്സ്, ചെറുകിട വ്യവസായങ്ങൾ, ഡ്രൈവർമാരും കണ്ടക്ടർമാരും അടങ്ങുന്ന ടെൻസ് ആൻഡ് തൗസൻഡ്സ് ഓഫ് ഫാമിലി മെമ്പേഴ്സ്. KSRTC ഷെയർഡ് റൂട്ടിൽ ഫ്രീ ആകുമ്പോൾ അവർക്ക് പകുതി യാത്രക്കാരെ നഷ്ടപ്പെടുന്നു. നോ കോമ്പൻസേഷൻ, നോ ട്രാൻസിഷൻ സപ്പോർട്ട്, നോ ഗവൺമെന്റ് മെക്കാനിസം. ചെറുകിട പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സ് ആദ്യം പുറത്തു പോകും, റൂട്ട് ക്ലോസ് ആകും. KSRTCക്ക് നിലവിലുള്ള ഫ്ലീറ്റ് വെച്ച് ആ റൂട്ട് അബ്സോർബ് ചെയ്യാൻ കഴിയുന്നില്ല. ഏതൊരു സ്ത്രീക്കാണോ ഈ സൗജന്യ യാത്ര ഏറ്റവും ആവശ്യമായിരുന്നത്, they may end up with no bus at all. തിരഞ്ഞെടുപ്പ് വാഗ്ദാനം ഫ്രീ ട്രാവൽ ഓൺ ഓൾ KSRTC ബസ്സസ്. പക്ഷെ നിലവിൽ വന്നത് ഓർഡിനറി ബസ്സുകളിൽ മാത്രം. കണ്ടീഷൻ ഫോർ ഫേസ് 2, KSRTC ഹാസ് ടു ഇംപ്രൂവ് റവന്യൂ ഇൻ 6 months. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, 10 മുതൽ 12 ലക്ഷം സ്ത്രീകൾ ദിവസേന KSRTCയിൽ ഫ്രീ ആയി യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയാണ് റവന്യൂ ജനറേറ്റ് ചെയ്യുക? The math doesn't work. The condition is impossible to meet. Full phase 2 cost 1,350 crores per year. That is 550 crores additional, which is unplanned and unbudgeted. A government can't expand without fiscal crisis, can refuse without a political crisis. Stuck. കേരളം ഇതിനോടകം തന്നെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഡെറ്റ് ടു GSDP റേഷ്യോ ഉള്ള സംസ്ഥാനങ്ങളിലൊന്നാണ്. ഈ സ്കീമിന് മുന്നേ KSRTCയുടെ ചെലവ് 1,500 കോടി പ്രതിവർഷമായിരുന്നെങ്കിൽ ഈ സ്കീമിന് ശേഷം അത് ഏകദേശം 2,300 കോടിയിലേക്ക് ഉയർന്നിരിക്കുകയാണ്. ഓവർ 5 years ഏകദേശം 4,000 കോടി രൂപയാണ് പൊളിറ്റിക്കലി ലോക്ക് ആവാൻ പോകുന്നത്, സ്കൂളോ ആശുപത്രിയോ ഒക്കെ നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ. And this expense cannot be cut. ലക്ഷക്കണക്കിന് സ്ത്രീകൾ ദിവസവും ഉപയോഗിക്കുന്ന ഒരു സ്കീം മാറ്റാൻ ഒരു ഗവൺമെന്റിനും ധൈര്യം ഉണ്ടാകില്ല. The moment you give this benefit, it is permanent. 6 wall, all documented, all precedented, all coming. So ഈ സ്കീം പരാജയപ്പെടുമോ? ഓർ ഇതിനെ വിജയകരമാക്കാൻ കഴിയുന്ന മറ്റൊരു രൂപം, സംതിങ് ദാറ്റ് ആക്ച്വലി വർക്ക്സ്? ഉണ്ട്. There's a version that works. ബട്ട് അത് നടപ്പാക്കാൻ 4 കാര്യങ്ങൾ ആവശ്യമാണ്. ഈ പദ്ധതി അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചെയ്യേണ്ടിയിരുന്ന 4 കാര്യങ്ങൾ. ഒരു ഡെഡിക്കേറ്റഡ് എസ്ക്രോ അക്കൗണ്ട് രൂപീകരിക്കുക. പദ്ധതി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ 3 മാസത്തെ ഫണ്ട് അതിലേക്ക് ആഡ് ചെയ്യുക. KSRTC never waits. അതിന്റെ ക്യാഷ് ഫ്ലോസ് തടസ്സപ്പെടില്ല. The reimbursement trap, that is closed. Karnataka didn't do this. Kerala still can. സ്കീം അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അനൗൺസ് പബ്ലിക്കലി ഹൗ മെനി ബസ്സസ്, വാട്ട് ടൈം ലൈൻ, ഹൗ മച്ച് ബഡ്ജറ്റ്, വിച്ച് റൂട്ട്. തിരക്കുണ്ടായതിനു ശേഷമല്ല, ബിഫോർ. 1000 പുതിയ സാധാരണ ബസ്സുകൾ, ഫേസ്ഡ് ഓവർ 18 months, പബ്ലിക്ലി കമ്മിറ്റഡ്, ട്രാക്ട് ക്വാർട്ടർലി. ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നിബന്ധനകൾ വയ്ക്കുക. വിതിൻ 6 months ഓഫ് ലോഞ്ച് മലപ്പുറം, കാസർഗോഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ജനസംഖ്യയ്ക്ക് അനുസൃതമായി മിനിമം റൂട്ട് ഫ്രീക്വൻസി ഉറപ്പുവരുത്തണം. If the scheme is universal, make it actually universal. Not a study, not a promise. A mandate with a deadline. ഫിക്സ് ഫോർ. There are 2 options. ഗവൺമെന്റ് ഇതിൽ നിന്നൊരെണ്ണം തെരഞ്ഞെടുത്തേ മതിയാകൂ. ഓപ്ഷൻ എ, ഷെയർഡ് റൂട്ടിൽ സർവീസ് നടത്തുന്ന പ്രൈവറ്റ് ബസ്സസിന് അടുത്ത 24 മാസത്തേക്ക് ടെമ്പററി റവന്യൂ കോമ്പൻസേഷൻ അനുവദിക്കുക. ഓപ്ഷൻ ബി, സ്വകാര്യ ബസ്സുകൾ പിന്മാറുന്ന റൂട്ടുകളിൽ KSRTC പുതിയ ബസ്സുകൾ ഉപയോഗിച്ച് കൃത്യമായി ഏറ്റെടുക്കുന്ന സ്ട്രക്ചേർഡ് റൂട്ട് അബ്സോർപ്ഷൻ നടപ്പിലാക്കുക. നോ മെക്കാനിസം മീൻസ് 10,000-ഓളം ബസ്സുകൾ അപ്രത്യക്ഷമാകും ആൻഡ് യാത്രാ സംവിധാനം പൂർണ്ണമായും തകരും. One of these 2 must happen. 4 fixes. None of them are complicated. All of them doable. ഏറ്റവും വലിയൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. Even if Kerala gets all 4 right, there is one bigger question left. And that changes everything. നമ്മൾ ഇത്രയും നാൾ ചോദിച്ചത് തെറ്റായ ചോദ്യമാണ്. We have been asking, is KSRTC profitable? പക്ഷേ ആ ചോദ്യം അനുമാനിക്കുന്നത് KSRTC ഒരു ബിസിനസ് സ്ഥാപനമെന്നാണ്. It isn't. Roads do not profit. Hospitals do not profit. Street lights don't profit. Public schools don't profit. വരുമാനം ഉണ്ടാക്കുന്നില്ല എന്ന് കരുതി we don't shut them down. We fund them because they make everything else possible. അതെ, KSRTCയും അതുപോലെ തന്നെയാണ്. ഇതിനെ ഒരു ബസ് കമ്പനിയായി അളക്കുന്നതിന് പകരം ഒരു സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറായി അളക്കുമ്പോൾ എല്ലാം മാറുന്നു. 10 മുതൽ 12 ലക്ഷം സ്ത്രീകൾക്ക് മൊബിലിറ്റി അൺലോക്ഡ് ഓൾ അക്രോസ് കേരള. ഓരോ സ്ത്രീക്കും ഹൗസ് ഹോൾഡ് സേവിങ്സ് അറൌണ്ട് 1,500 to 2,500 പെർ മന്ത്
ഇൻ കേരള. വർക്ക് ഫോഴ്സ് ഗെയിൻ നോക്കുകയാണെങ്കിൽ ഫീമെയിൽ പാർട്ടിസിപ്പേഷൻ നല്ല രീതിയിൽ ഉയരാൻ സാധ്യതയുണ്ട്. അതിൽ SC ആൻഡ് OBC വിഭാഗത്തിൽപ്പെടുന്നവർക്കാണ് ഏറ്റവും പ്രയോജനപ്പെടുക. അറ്റ് 800 crores a year, that is 571 rupees per woman per year, that is 2 rupees per day. ഇത് ഒരു സ്ത്രീയുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാൻ സഹായിക്കുന്നു. നിങ്ങൾ പറയൂ, വാട്ട് അതർ ഇൻവെസ്റ്റ്മെന്റ് ഗിവ്സ് യു ദാറ്റ് റിട്ടേൺ? കർണാടക ഏകദേശം 10,000 കോടി രൂപ ചെലവഴിച്ച് 500 കോടിയോളം വരുന്ന ഫ്രീ റൈഡുകൾ നൽകിയെങ്കിലും അവരുടെ ഡ്രൈവർമാർക്ക് കൃത്യസമയത്ത് ശമ്പളം കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. 2026 ജൂൺ 15 കേരളവും ഇതേ വാഗ്ദാനമാണ് നൽകിയിരിക്കുന്നത്. The scheme is real, the benefit is real, the challenges are real, the fixes exist. തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്ത ചോദ്യം ഇതാണ്: A scheme born for the votes, does it have the spine to survive coming years? Because any government can launch any scheme. റീഇംബേഴ്സ്മെന്റ് വൈകുമ്പോൾ, ബസ്സുകളിൽ അമിത തിരക്കാകുമ്പോൾ, മലബാർ ഇപ്പോഴും കാത്തിരിക്കുമ്പോൾ, സ്വകാര്യ ബസ്സുകൾ പൂട്ടിപ്പോകുമ്പോൾ, വിൽ കേരള സ്റ്റേ? ആ ഉത്തരം KSRTCയുടെ ഭാവി മാത്രമല്ല തീരുമാനിക്കുന്നത്. It will define what kind of Kerala we are choosing to be.